ഒരു ആർഡിനോ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഒരു LED എങ്ങനെ ബ്ലിങ്ക് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആർഡിനോ അതിനു വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നത് പിക്ടോബ്ലോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. പിക്ടോബ്ലോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ബ്ലോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ആർഡിനോ ബോർഡ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക, USB പോർട്ട് വഴി കണക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഈ ബോർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കണക്റ്റിന് ശേഷം ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതിങ്ങനെ കണക്ട് ആയ പോലെയാണ് കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ ബോർഡ് സെലക്ട് ചെയ്യുക. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആർഡിനോ ബോർഡ്, ആർഡിനോ യൂനോ യൂസ് ചെയ്യാം, ആർഡിനോ മെഗോ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആർഡിനോ നാനോ യൂസ് ചെയ്യാം. നിങ്ങൾ ആർഡിനോ യൂനോ വെച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ആർഡിനോ യൂനോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ആർഡിനോ യൂനോ കണക്ട് ചെയ്തിട്ടുള്ള പോർട്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആർഡിനോ നാനോ മൈക്രോ കൺട്രോളറാണ്. ആർഡിനോ നാനോ മൈക്രോ കൺട്രോളറിലും ആർഡിനോ യൂനോയിലും സെയിം മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റ്മെഗ 328P എന്ന് പറയുന്ന സെയിം മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഈ പറയുന്ന എല്ലാ ഡിജിറ്റലും അനലോഗും ഇൻപുട്ടും പിന്നുകളുടെ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഈ സെയിം പ്രൊജക്റ്റ് നിങ്ങൾക്ക് ആർഡിനോ യൂനോ വെച്ചോ ആർഡിനോ നാനോ വെച്ചോ ചെയ്യാം. ഞാനിവിടെ കണക്ട് ചെയ്യുന്നത് ബോർഡ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആർഡിനോ നാനോ സെലക്ട് ചെയ്യുന്നു. ആർഡിനോ നാനോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം, 3 ഓപ്ഷൻ കാണാം. ആർഡിനോ നാനോയിൽ 328 എന്ന് പറയുന്ന അറ്റ്മെഗ 328 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ ആർഡിനോ ബോർഡ് നാനോ ബോർഡ് ആണെങ്കിൽ അതിൽ ഓൾഡ് ബൂട്ട് ലോഡറും, അതല്ല പുതിയതാണെങ്കിൽ ഈ അറ്റ്മെഗ 328 എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു പഴയ ആർഡിനോ നാനോ ആണ്. അപ്പോൾ അതിനകത്ത് ഓൾഡ് ബൂട്ട് ലോഡറാണ്, അതുകൊണ്ട് ഓൾഡ് ബൂട്ട് ലോഡർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്ന USB പോർട്ട്, സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യണം. ഇതിനകത്ത് 3 പോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ 3 പോർട്ട് കാണിക്കാൻ കാരണം ഞാൻ വേറെ USB ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. USB കീബോർഡും മൗസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് എന്നറിയാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ആർഡിനോ ഒന്ന് USB കണക്ട് ചെയ്തിരിക്കുന്ന ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. സിസ്റ്റത്തിൽ നിന്നും USB പോർട്ടിൽ നിന്ന് ഊരി എന്നിട്ടൊന്ന് റീഫ്രഷ് ഞെക്കി. ഇപ്പോൾ നമുക്കറിയാം 954 ഈ 3 കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ് കാണിക്കുന്നത്. 954 ഇവിടെ റീഫ്രഷ് ഞെക്കി. ഇപ്പോൾ 5ഉം 4ഉം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് ആർഡിനോ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 9ാമത്തെ ആ പോർട്ട് കാണിക്കുന്നില്ല. ആർഡിനോ വീണ്ടും കണക്ട് ചെയ്തു. എന്നിട്ടൊന്ന് റീഫ്രഷ് ഞെക്കി. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും പോർട്ട് 9 കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പോർട്ട് 9 അപ്പോൾ അത് സെലക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഐക്കണ്ട ഇത് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ആർഡിനോയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആർഡിനോ യൂനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആർഡിനോ യൂനോ സെലക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുക. ഞാനിവിടെ ആർഡിനോ നാനോ ആയതുകൊണ്ടാണ് ഈ മെത്തേഡിൽ കണക്ട് ചെയ്തത്. ഇനി ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 മോഡ് കാണിക്കുന്നുണ്ട്, സ്റ്റേജ് മോഡും അപ്ലോഡ് മോഡും. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പിന്നീട് പറയാം. അപ്പം ഞാൻ ആദ്യം അപ്ലോഡ് മോഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് അപ്ലോഡ് മോഡിലാണ് കിടക്കുന്നത്, സ്റ്റേജ് മോഡിലല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ തവണയും മോഡ് മാറുമ്പോഴും ഇത് ഡിസ്കണക്റ്റ് ആവും ഡിവൈസ്. അപ്പോൾ വീണ്ടും ഒന്ന് കണക്ട് ചെയ്യണം. അതിന് ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്യാം. ഓക്കെ,
ഇനി ആദ്യം ചെയ്യേണ്ടത് പല ബ്ലോക്കുകൾ ഇവിടെ കാണാം. അതിൽ ആർഡിനോ നാനോ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കേസിൽ ആർഡിനോ യൂനോ എന്നായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബ്ലോക്ക് എടുത്ത് വയ്ക്കുക. വെൻ ആർഡിനോ നാനോ സ്റ്റാർട്ടപ്പ്. ഓക്കെ, അതായത് ആർഡിനോ നാനോ പവർ ഓൺ ചെയ്ത് വരുമ്പോൾ ചെയ്യേണ്ട പ്രോസസ്സാണ് നമ്മളിനി ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഡിജിറ്റൽ പിന്ന് ഹൈയും ലോയും ആക്കുക. ബ്ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡിനോയുടെ ഒരു ഡിജിറ്റൽ പിന്ന് ഹൈ ആക്കുക, ലോ ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഡിജിറ്റൽ പിന്ന് 2-ലോട്ടാണ് LED കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്ന് 2 സെലക്ട് ചെയ്യുക, അത് ഹൈ ആക്കുക. ഇനി ഒരു കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് വെയിറ്റ് സെലക്ട് ചെയ്യുക. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതായത് പിന്നെ ഹൈ ആക്കിയിട്ട് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വീണ്ടും ആർഡിനോ നാനോയിൽ പോയിട്ട് ഈ ഡിജിറ്റൽ പിന്നിൻ്റെ തന്നെ ഓപ്ഷൻ എടുക്കുക. സെറ്റ് ഡിജിറ്റൽ പിൻ 2 എന്താക്കുക, ലോ ആക്കുക. വീണ്ടും കൺട്രോളിൽ നിന്ന് പോയിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈ ആകുന്നു, LED തെളിയുന്നു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ ലോ ആകുന്നു, വീണ്ടും 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതായത് ആർഡിനോ പവർ ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഫോർ എന്ന ബ്ലോക്ക് കൺട്രോളിൻ്റെ സെക്ഷനിലാണ് ഇത് വരുന്നത്. ഫോർ എന്ന ബ്ലോക്ക് എടുത്ത് ഇതിൽ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത് ആർഡിനോ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ബ്ലോക്ക് മെത്തേഡായിട്ടാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നോർമലി നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആർഡിനോ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ആർഡിനോ IDE ഉപയോഗിച്ചിട്ട് അവിടെ ഒരു C++ കോഡ് എഴുതിയിട്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യുക. ഈ ബ്ലോക്ക് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ലെവലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ബ്ലോക്ക് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കോഡാണിത്. ഈ ബ്ലോക്ക് കൊടുക്കുമ്പോൾ എന്താണോ ജനറേറ്റ് ചെയ്തിരിക്കുന്ന കോഡാണ്, അതാണ് ഇവിടെ. നമ്മൾ കോഡിങ്ങിലോട്ട് പോകുന്നില്ല. നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്ന ബ്ലോക്ക് മെത്തേഡാണ്. ഇനി അപ്ലോഡ് കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം ഇവിടെ റൈറ്റ് ചെയ്തു. ഇനി അപ്ലോഡ് കോഡ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കോഡ് ആർഡിനോ മൈക്രോ കൺട്രോളറിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ബോർഡിലെ കണക്ഷൻസും ആർഡിനോ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആർഡിനോ ബോർഡ് ഈ ബ്രെഡ് ബോർഡിലോട്ട് കണക്റ്റിനോ USB പോർട്ടിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം. ഇതൊരു ബ്രെഡ് ബോർഡാണ്. ഈ ബ്രെഡ് ബോർഡ് ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത് ആർഡിനോയിലെ പിന്നുകളിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് അത് മറ്റ് ഡിവൈസസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് പറയുന്ന ഒരു LED കണക്ട് ചെയ്യാനാണെങ്കിൽ ബസർ കണക്ട് ചെയ്യാൻ, അതെല്ലാം ആർഡിനോയിലോട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന ഒരു PCB അതോ സോൾഡറിങ് ഒന്നും ചെയ്യാതെ ബ്രെഡ് ബോർഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രെഡ് ബോർഡിലെ കണക്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഈ ഏരിയയിൽ ഈ മുകളിൽ തുടങ്ങി ഈ താഴെ വരെ ഇതൊരൊറ്റ കണക്ഷനായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു വയർ കൊടുത്തു, അതുപോലെ തന്നെ ഈ താഴേക്കെല്ലാം ആ വയറിന് കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ഒരു 5 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിലെല്ലാം നമുക്ക് ഈ താഴേക്കുള്ള ഈ ലൈനിൽ നിന്നെല്ലാം നമുക്ക് 5 വോൾട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പിന്ന്, അതിനോട് ഒരു ഡിജിറ്റൽ പിന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ കാണുന്ന ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഡിജിറ്റൽ പിന്നിൽ നമുക്ക് കണക്ട് ചെയ്യാം. എന്നാൽ നേരെ മറിച്ച് ഈ രണ്ട് പിന്നിൽ തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവില്ല. ഈ ഏരിയയിൽ ഈ താഴേക്കായിരിക്കും കണക്ഷൻ. ഇതൊരു സെക്ഷൻ ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ഇത് വേറൊരു സെക്ഷനാണ്. ഇവിടെ ഈ മുകളിൽ നിന്ന് വരെ താഴേക്ക് വരെ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. ഇനി ഈ ടോപ്പ് സൈഡിൽ കാണുന്ന ഇതിലെ കണക്ഷൻ വരുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും, ഈ നീളത്തിലായിരിക്കും ഇതിൻ്റെ കണക്ഷൻ വരിക. അതായത് ഇവിടം തുടങ്ങി ഇവിടം വരെ ഒരു ഒറ്റ കണക്ഷനായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. അതായത് ഇവിടം വരെയേ ഉള്ളൂ ഈ ബോർഡിൽ കണക്ഷൻ. അതുപോലെ തന്നെ ഇവിടം തുടങ്ങി നീളത്തിൽ ഇവിടം വരെ വേറെ കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ താഴെ ഇവിടെ തുടങ്ങി ഇവിടം വരെ സെയിം, ഈ താഴെ ഇവിടെ തുടങ്ങി ഇവിടം വരെ. അതുപോലെ തന്നെ
ഈ താഴത്തെ ഭാഗത്ത്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യാൻ, ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടിമീറ്റർ എടുത്തു. കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മൾട്ടിമീറ്റർ എടുത്തിട്ട് ഈ മൾട്ടിമീറ്ററിൻ്റെ നോബ് ബസർ മോഡിലേക്ക് ഇട്ടു. ഈ കാണുന്ന ഈ മോഡിലേക്ക് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ഈ പോയിൻ്റ് ഈ മൾട്ടിമീറ്റേഴ്സിൻ്റെ കണക്ടേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന കണക്ടർ ബ്ലാക്ക് കോമണിലും ഈ പറയുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഇതിലോട്ടാണ് ഈ റെഡ് പോയിൻ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു കണക്ടർ എടുത്തു, ഒരു ബ്രെഡ് ബോർഡിൻ്റെ ഒരു പോയിൻ്റിൽ കൊടുത്തു. അതുപോലെ തന്നെ താഴേക്കുള്ള അവിടെ തന്നെ താഴെ വരുന്ന സെയിം ലൈനിൽ മറ്റൊരു കണക്ഷൻ വയറും കൂടി കൊടുത്തു. ഇനി ഈ മൾട്ടിമീറ്റർ വെച്ച് ഇപ്പോൾ ബസർ മോഡ് എങ്ങനെ ഈ മൾട്ടിമീറ്റർ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബസർ മോഡ് ഇട്ടിട്ട് ഈ രണ്ട് നോബും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഒരു ബസർ സൗണ്ട് വരും. അതായത് ആ ഒരു കണക്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഈ വയറിലോട്ട് ഇവിടെ ഒരു മൾട്ടിമീറ്റർ കണക്ടർ കൊടുത്തു, ഇവിടെ ഈ താഴെ അതുപോലെ തന്നെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ബസർ സൗണ്ട് വരുന്നുണ്ട്, അതായത് അവിടെ കണക്ഷനുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഈ കണക്ടർ എടുത്ത് വേറൊരു ഈ ഏതെങ്കിലും പോയിന്റിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബസർ സൗണ്ട് ഇവിടെ കിട്ടില്ല. അതായത് കണക്ഷൻ ഈ ഒരു താഴേക്കുള്ള ഇതിൽ മാത്രമാണ് കണക്ഷനുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്തു. ഇവിടെയുള്ള ഈ ലൈനിൽ ഈ ഒരു മോഡ് ഭാഗം ഫുൾ ഒരു കണക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ അവിടെ മറ്റേ പോയിന്റ് കണക്ട് ചെയ്ത് ഇനി മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ ബസർ സൗണ്ട് ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ താഴെ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബസർ സൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, ഒന്നുകൂടി ഒന്ന് പറയുവാണെങ്കിൽ ഈ ടോപ്പ് തുടങ്ങി ബോട്ടം വരെ ഈ താഴേക്ക് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരെ ഇവിടെ ഒരു കണക്ഷൻ, അതൊരു സെക്ഷൻ. അതുപോലെ തന്നെ ഇത് വേറൊരു ബ്ലോക്ക്, ഇവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇവിടെ വരുന്നത്, ഇവിടെ ഈ നീളത്തിലാണ് കണക്ഷൻ വരുന്നത്. അതൊരു ഇത് സെക്ഷൻ, അങ്ങനെ ഇത് വേറൊരു സെക്ഷൻ, മുകളിൽ നിന്ന് ഈ എൻഡ് തുടങ്ങി ഈ എൻഡ് വരെ. ഇവിടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല, പിന്നെ കണക്ഷൻ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. എങ്ങനെയാണ് ആർഡിനോയുടെ ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് ഒരു LED കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് ഒരു LED എടുത്തു. ഒരു LED എടുക്കുമ്പോൾ ഈ LEDക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻ ഉണ്ട്. അപ്പം ഈ LED നമുക്ക് വർക്കിംഗ് ആണ് എങ്ങനെ ഇതിന് കണ്ടുപിടിക്കാൻ പല മെത്തേഡുണ്ട്. ഏറ്റവും ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ആ മൾട്ടിമീറ്റർ എടുത്തു, എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു ലെഗിൽ പോസിറ്റീവ് ഒരു ലെഗിൽ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഈ LED ഓണായി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണക്ഷൻ കറക്റ്റാണ്. ഇതാണ് അതിൻ്റെ പോസിറ്റീവ്, ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട്. നേരെ മറിച്ച് ഞാൻ തിരിച്ച് ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ LED വർക്ക് ചെയ്യില്ല. ഓക്കെ, അതാണ് ഒരു ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ്. ഇനി നിങ്ങളുടെ കയ്യിലിപ്പം മൾട്ടിമീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനൊരു വഴിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മേടിക്കുന്ന ആ ഒരു LEDയുടെ നീളം കൂടിയ ലെഗായിരിക്കും അതിൻ്റെ പോസിറ്റീവ്, നീളം കുറഞ്ഞത് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ നാളൊക്കെ ഉപയോഗിച്ചൊരു LED ആണ്, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ അതിൻ്റെ ലെഗൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ലെഗ് നോക്കി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത്, ഈ LEDയുടെ സൈഡിൽ ഒരു കട്ടിങ് ഉണ്ടാകും, ചെറിയൊരു കട്ടിങ് ഉണ്ടാകും. ആ കട്ടിങ് വരുന്നത് നെഗറ്റീവ് സൈഡിലായിരിക്കും. ക്യാമറയിൽ ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡിലൊരു ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു കട്ടിങ് വരും. ബാക്കി എല്ലാ ഭാഗത്തും അതിങ്ങനെ വിട്ടിട്ടായിരിക്കും. ഇവിടെ ചെറിയതായിട്ടൊരു കട്ടിങ് പോലെ ഉണ്ടാവും. അത് നോക്കി LED നെഗറ്റീവ് പിന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഈ LED എങ്ങനെ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് അതുവഴി ആർഡിനോയിലോട്ട് കണക്ട് ചെയ്യണം നോക്കാം. LED എടുക്കുക. LEDയുടെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗ് ഇതുപോലെ 2 പോയിന്റിലായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ 2 പോയിന്റായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്റർ വിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി LED നെഗറ്റീവ് എൻഡിലോട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുക.
നിങ്ങൾക്കൊരു മിനിമം 220 ഓം വരുന്ന റെസിസ്റ്റർ വരെ കണക്ട് ചെയ്യാം. ഈ മിനിമം 220 ഓം ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതലുള്ള റെസിസ്റ്റർ വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ LED-യുടെ വെട്ടം കുറയും, ബ്രൈറ്റ്നസ് കുറയും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 220 ഓം ഇല്ല. ഞാനിവിടെ ഒരു കണക്ട് ചെയ്തേക്കുന്ന ഒരു 1 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ്. അത്ര ഇതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കുറവായിരിക്കും. റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂടുന്തോറും ആ ബ്രൈറ്റ്നസ് കുറയും. ഇപ്പോൾ നിങ്ങൾക്കൊരു 220 ഓം 330 ഓം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ച് യൂസ് ചെയ്യാം. 220 ഓം 330 ഓം ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. ബ്രെഡ് ബോർഡിലെ കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബ്രെഡ് ബോർഡിലെ കണക്ഷൻസും അർഡിനോ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ അർഡിനോ ബോർഡ് ഈ ബ്രെഡ് ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അർഡിനോ USB പോർട്ടിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം അർഡിനോയും ബ്രെഡ് ബോർഡും തമ്മിലുള്ള കണക്ഷൻസ് ചെയ്യുക. കണക്ഷൻസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും അർഡിനോ ബോർഡ് സിസ്റ്റത്തിലോട്ട് USB പോർട്ട് വഴി കണക്ട് ചെയ്യുക. അതിനുശേഷം പിക്ടോ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയറിൽ കണക്ട് ക്ലിക്ക് ചെയ്ത് വീണ്ടും അർഡിനോ കണക്ട് ചെയ്യണം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ LED-യുടെ പോസിറ്റീവിലേക്ക് ഒരു കണക്ടർ കൊടുത്തു, കണക്ഷൻ വയർ കൊടുത്തു. അത് അർഡിനോയിലെ D2 പിന്നിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ D2 പിന്നിലോട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ കണക്ഷൻ ഒന്നുകൂടി പറയുവാണെങ്കിൽ D2 പിന്നിൽ നിന്ന് LED-യുടെ പോസിറ്റീവിലോട്ട്, LED-യുടെ നെഗറ്റീവ് ഒരു റെസിസ്റ്ററിലേക്ക്, ഒരു റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലേക്ക്, റെസിസ്റ്ററിൻ്റെ മറ്റേ അറ്റം വീണ്ടും ഒരു കണക്ഷൻ വയർ ഇട്ടിട്ട് അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഒന്നുകൂടി കണക്ഷൻ പറയാം. അർഡിനോ നാനോയുടെ D2 പിന്നിൽ നിന്ന് ഒരു കണക്ടർ എടുത്തിട്ട് അത് LED-യുടെ പോസിറ്റീവിലോട്ട് കൊടുത്തു. LED-യുടെ പോസിറ്റീവ് റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലോട്ട് കൊടുത്തു. റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡ് ഒരു കണക്ടറിലോട്ട് കൊടുത്തു. എന്നിട്ട് ആ കണക്ടറിൻ്റെ എൻഡ് നേരെ അർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന കണക്ഷൻ. കണക്ഷൻസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും അർഡിനോ ബോർഡ് സിസ്റ്റത്തിലോട്ട് USB പോർട്ട് വഴി കണക്ട് ചെയ്യുക. അതിനുശേഷം പിക്ടോ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയറിൽ കണക്ട് ക്ലിക്ക് ചെയ്ത് വീണ്ടും അർഡിനോ കണക്ട് ചെയ്യണം. പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ LED ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും.